ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാന്ത്വനം 2-ലെ മീനാക്ഷി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ഐശ്വര്യയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മീനാക്ഷി എന്ന് പറയുന്നത്. ഈ തമിഴ് സീരിയലിലെ ലൊക്കേഷനും മലയാളം സീരിയൽ ലൊക്കേഷനും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അത് ഏഷ്യാനെറ്റില് നല്ലൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമല്ലേ. എനിക്ക് പണ്ടേ തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൽ എന്തെങ്കിലും ഒന്ന് പറയൂ. ஹாய் எல்லாருக்கும் வணக்கம். நான் ஐஸ்வர்யா ராஜேஷ். இப்போ நான் வந்து சாந்தனம் 2 கேரளால ஒர்க் பண்ணிட்டு இருக்கேன் சீரியல்ல. പണ്ടെന്തെങ്കിലും ഒരു വട്ടപ്പേരോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പേരുണ്ടായിരുന്നു പെട്ടെന്നെല്ലാം നോട്ട് ചെയ്യുന്നത്? പണ്ടെന്ന് പറഞ്ഞ വട്ടപ്പേരൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സെറ്റിൽ വന്നിട്ട് കിട്ടിയ ഒരു വട്ടപ്പേര് പറയട്ടെ. പരിമളം. എന്താണ് പരിമളത്തെ പറ്റി ഒരു പരദൂഷണം? ഹെയർ ഒന്ന് കാണിക്കോ? ഹായ്, ഞാൻ അശ്വതി. സീരിയൽ 2-ലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാന്ത്വനം 2-ലെ മീനാക്ഷി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ഐശ്വര്യയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഐശ്വര്യ വെൽക്കം ചെയ്യാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ല, നന്നായിട്ട് പോണു സീരിയലൊക്കെ. വേറെ എന്താ ചോദിച്ചേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോ ലൈക്ക് കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദന്റെ കല്യാണം കഴിഞ്ഞു. ശ്രീദേവി, അതായത് മേഘ്ന നമ്മുടെ സീരിയലിലെ പുതിയ ക്യാരക്ടറായിട്ട് എൻ്റർ ആയി. അപ്പൊ ഞങ്ങള് സ്ത്രീകൾക്കിടയിലുള്ള കുറച്ച് പ്ലേ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം വന്നപ്പോഴേ, ഒരു മലയാളം സീരിയലിൽ ഒരു ടച്ച് ടോട്ടലി ഒരു ഹെയർ സ്റ്റൈലിലും ഒരു ഇതിലും കാണുന്നില്ല. നമ്മൾ ഈ തമിഴ് സീരിയലിന്റെ ഒരു ടച്ചാണ് ഞാൻ കാണുന്നത്. കൂടുതലും ഹെയർ ആണ് കേട്ടോ. ആ ഒരു മുഖത്തിന്റെ ആ ഒരു ഇതും തമിഴ് സീരിയൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതിന്റെയാണ് ഇപ്പൊ ഈ കാണുന്നത് ഫേസ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചുപേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഇതേപോലെ തമിഴ് ടച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെയർ സ്റ്റൈലിന്റെ ആണോന്ന് എനിക്കറിയില്ല. സാരി വന്നിട്ട് ചെന്നൈയിൽ നിന്ന് എടുത്ത സാരീസ് ആണ് കൂടുതലും. എനിക്ക് അവിടെ ലിസ്ന എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്, ഡിസൈനർ ആണ്. ചേച്ചിയാണ് സാരിയും ബ്ലൗസ് ഒക്കെ എടുത്ത് എനിക്ക് തരുന്നത്. സിമ്പിൾ മേക്കപ്പ് ആണ്, വലിയായിട്ട് മേക്കപ്പ് ഒന്നും. കാരണം നമ്മൾ തമിഴ് സീരീസിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര മേക്കപ്പ് ഇല്ല, പക്ഷെ ആ ഒരു ഹെയർ സ്മൂത്തി ആയിട്ട് ഇവിടെ 2 സ്ലൈഡൊക്കെ വെച്ച് പണ്ടത്തെ ഒരു സ്റ്റൈലിൽ തന്നെ നിൽക്കുന്ന. അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ തമിഴാണോന്ന് വരെ ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചിട്ടുണ്ടോ തമിഴാണോന്നൊക്കെ? ചോദിച്ചിട്ടുണ്ട്. ഹെയർ ഒന്ന് കാണിക്കോ? ഇത് ഒറിജിനൽ ആണോ? സ്മൂത്ത് ചെയ്തതാണോ? കൊണ്ട് ഇല്ല, സ്പാ ചെയ്യാറുണ്ട്, പക്ഷെ ഒറിജിനൽ ആണ്. ചെയ്തിട്ടില്ല. അയ്യോ, അത് ഭയങ്കര റെയർ ആണ് അങ്ങനത്തെ ഒരു ഹെയർ ഉണ്ടെന്ന് വെച്ചാൽ. നമ്മളൊക്കെ ഇവിടെ സ്മൂത്ത് ചെയ്യണം ഡെയിലി ഇരുന്ന്. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഹെയർ ഒക്കെ? ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇടയ്ക്ക് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യും, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് കെയർ ഞാൻ കൊടുക്കാറില്ല, അതിന്റെ ടൈമും കിട്ടാറില്ല. ഓക്കെ, ഇപ്പൊ ഈ സാന്ത്വനത്തില് മീനാക്ഷി എന്നൊരു ക്യാരക്ടറാണ് ഇപ്പം ആദ്യം ഒരു മലയാളം സീരിയല് ചെയ്യുന്നത്. ഇതിനു മുമ്പ് തമിഴായിരുന്നു. അപ്പൊ രണ്ടിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? തമിഴിൽ നിന്ന് പെട്ടെന്ന് മലയാളത്തിലോട്ട് വന്നപ്പോ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ് കുറച്ചും കൂടെ ലൈക്ക് നമുക്ക് ഇപ്പോ ഡയലോഗ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ അഭിനയിക്കാൻ എളുപ്പമായിരിക്കും. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ഒന്നും കൂടെ കൈയൊക്കെ എടുത്ത് ആക്ഷനൊക്കെ കാണിച്ച് നമുക്ക് ഒന്നും കൂടെ എക്സ്പ്രസ് ചെയ്തിട്ട് അഭിനയിക്കാൻ പറ്റും. ഇവിടെ പറ്റില്ല എന്നല്ല, അവിടെയായിരുന്നു കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയും ഓക്കെയാണ്, പക്ഷെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അവിടെ സീരിയലിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു, ദെൻ പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. ഇവിടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള എനിക്ക് രമ മാം തന്നത് ആക്ച്വലി കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മീനാക്ഷി എന്ന് പറയുന്നത്. ഞാൻ അതിനു മുമ്പ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തില്ല, പക്ഷെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇഷ്ടത്തോടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് വരാൻ പറ്റും. അതൊരു 3 മാസത്തിൽ തന്നെ അതിന്റെ റിസൾട്ട്സും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കരിയറിലോട്ട് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്? എങ്ങനെയാ വന്നത് ഇതിലോട്ട്? വന്നത് ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു. ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ അഭിനയിക്കാൻ. 10ാം ക്ലാസ്സിലൊക്കെ നമ്മള് ഓട്ടോഗ്രാഫ് ബുക്ക് ഉണ്ടാവുമല്ലോ, അതില് ഓരോ ടൈമിൽ നമുക്ക് ഓരോ പാഷൻ ആയിരിക്കും. ചിലപ്പോ ഡോക്ടർ ആയിരിക്കും, ചിലപ്പോ ടീച്ചർ ആയിരിക്കും. അതെ, അപ്പൊ അതില് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ആക്ട്രസ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അന്ന്.
അപ്പൊ കൂട്ടുകാരൊക്കെ കളിയാക്കും, പിന്നെ അതൊക്കെ അവർ കളിയാക്കും. അപ്പൊ നമ്മളും ആ രീതിയിൽ എടുത്തു. പിന്നീട് നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ അറിയാതെ തന്നെ ഇതിലോട്ട് വന്ന് എത്തും എന്നുള്ളത്. ഇടയ്ക്ക് എപ്പോഴേക്കോ മറ്റേ ടിക്ടോക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി, റീൽസ് ചെയ്യാൻ തുടങ്ങി, മോഡലിംഗിലേക്ക് ചെയ്യാൻ തുടങ്ങി. ബട്ട് അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. എന്നാലും ടിക്ടോക്ക് ചെയ്യും, പണ്ട് ചെയ്യുമായിരുന്നു. ഒന്ന് തുടങ്ങിയപ്പോഴേക്കും അവർ കൊണ്ട് അത് ബാൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റീൽസ് ചെയ്യാൻ തുടങ്ങിയത്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ചെന്നൈയില് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മള് സീരിയലിലോട്ടോ അല്ലെങ്കിൽ മൂവി ഫീൽഡിലോട്ടോ ഒന്നും ഇറങ്ങിയില്ല. അപ്പോ അവിടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സീനിയർ അവിടെ വർക്ക് ചെയ്യായിരുന്നു, ചെന്നൈയില് സീരിയലിൽ AD ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ റെഫർ ചെയ്തിട്ടാണ് ഞാൻ തമിഴിലോട്ട്. ഇങ്ങനെയാണ് അവിടേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ ഈ തമിഴ് ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നിയില്ല? കാരണം മലയാളിയാണല്ലോ, പെട്ടെന്ന് തമിഴ് സീരിയലിലോട്ട് ഒരു ഇത് വന്ന സമയത്ത് തമിഴ് എനിക്ക് പണ്ടേ തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയാണെങ്കിലും കാണുന്നത് കൂടുതൽ തമിഴായിരിക്കും, കേൾക്കുന്ന മ്യൂസിക്കും കൂടുതൽ തമിഴായിരിക്കും. അതുപോലെ അച്ഛൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് തിരുപ്പൂര. വെക്കേഷൻ ടൈമിൽ അച്ഛന്റെ കൂടെ പോയി നിൽക്കുമ്പോൾ അച്ഛന്റെ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, തിരിച്ചു പറയാൻ കിട്ടില്ല എന്നുള്ളൂ. പിന്നെ പാലക്കാട് വീട്, ഏകദേശം ഒരു കോയമ്പത്തൂർ ആ ഒരു ബോർഡറിലാണ് നമ്മളുടെ സ്ഥലം കിടക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാവും. പിന്നെ അവിടെ ചെന്നപ്പോ കൊറേ നമ്മൾ പാടുപെട്ടു പഠിച്ചെടുക്കാൻ. അവരിങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്രാമർ മിസ്റ്റേക്സ് ആയിരിക്കും. അയ്യോ, ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ മണ്ടത്തരായി പോവും. അവര് നിന്ന് ചിരിക്കും. അപ്പഴാ മനസ്സിലായത് പണി കിട്ടി. മണ്ടത്തരം പറഞ്ഞ ഓർമ്മ എല്ലാവർക്കും ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി എന്തേലും തമിഴില്? ഓർമ്മയില്ല, ഞാൻ എന്ത് പറഞ്ഞാലും മണ്ടത്തരാവാറുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കാനായിട്ടൊന്നുമില്ല. അതായത് ഈ തിങ്സ് ഉണ്ടാവുമല്ലോ, അവിടെ വാങ്ക് പോങ്ക് റെസ്പെക്ട്ഫുള്ളിയാണ് സംസാരിക്കുള്ളൂ, വാ പോ അങ്ങനെയുള്ള രീതിയിലല്ല. ഞാൻ എന്ത് പറയും പറഞ്ഞാൽ മനുഷ്യർക്ക് റെസ്പെക്ട് കൊടുക്കൂല, തിങ്സ് ഉണ്ടാവുമല്ലോ അതിന് റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതിന് കുറെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 1 year ആയപ്പോഴേക്കും നന്നായി പഠിച്ചു. തമിഴ് അങ്ങ് പഠിച്ചെടുത്തു 1 year ഉള്ളില്. ഓക്കെ. അപ്പൊ ഈ മലയാളത്തിലോട്ട് എങ്ങനെയാണ് ഇപ്പം വന്നത് തമിഴിൽ നിന്ന് പെട്ടെന്ന്? എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സബീന എന്ന് പറഞ്ഞിട്ട്, ആ ചേച്ചി വഴിയാണ് എന്റെ ഫോട്ടോസ് നമ്മുടെ സീരിയലിൽ തന്നെ ധർമ്മജൻ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്യുന്ന മാമനായിട്ട് ചെയ്യുന്ന പുള്ളിയുടെ കയ്യിൽ എന്റെ ഫോട്ടോസ് കിട്ടി. അങ്ങനെ ഫോട്ടോസ് ഇതിന്റെ കൺട്രോളർക്ക് കൊടുത്തു, ബിജു ചേട്ടന് കൊടുത്തിട്ട് ബിജു ചേട്ടനും മാമും കൂടിയിട്ടാണ് എന്നെ വിളിച്ചത് ഫസ്റ്റ്. അപ്പം ആ സീരിയൽ നിർത്തി മീൻസ് അല്ല, ഫസ്റ്റ് സീരിയല് കറക്റ്റ് സീതാരാമൻ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ചെയ്തോണ്ടിരുന്ന സീരിയല് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ക്വിറ്റ് ചെയ്തിട്ടാണോ? അപ്പം അതില് സിസ്റ്റർ ക്യാരക്ടർ ആയിരുന്നു, ഇതില് ലീഡാണ്. അവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ അയ്യോ അങ്ങനെ പോകരുത്? പറഞ്ഞു, ബട്ട് നമുക്ക് എന്താ പറഞ്ഞ ബെറ്റർ അതാണല്ലോ നമ്മൾ നോക്കുക. പിന്നെ അതിലത്തെ ഡേറ്റും ഇതും കൂടെ ക്ലാഷ് ആവുമായിരുന്നു. സോ ഞാൻ ഏതാണ് നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്തു. അവിടെ ഡേറ്റ്സ് കമ്മിയായിരുന്നു. അപ്പോ എത്ര നാളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? ഞാനൊരു 2 years ആയി കാണും. 2 year ആയിട്ടാണ്. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇടി നീ സീരിയലിലൊക്കെ അഭിനയിച്ച് ഞാൻ കാണാറുണ്ട്. നമുക്ക് മലയാളിയാണല്ലോ ഫ്രണ്ട്സ് ഉള്ളത്, പക്ഷെ അപ്പൊ അവര് തമിഴ് സീരിയൽ കാണുമായിരുന്നു? ചിലര് കാണുമായിരുന്നു. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചുരുക്കമായിരിക്കും. കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവുള്ളൂ. അവരെനിക്ക് വേണ്ടി ചിലപ്പോ ഇത് കുത്തിയിരുന്ന് കാണും. തമിഴായാലും കാണും. ഐശു അത് സൂപ്പർ ആയിരുന്നു, ഐശു ഇത് കുറച്ച് ശരിയാക്കായിരുന്നു, അവരെല്ലാം നോക്കിട്ട് പറയും. അങ്ങനെയൊക്കെ പറയും. ഗേൾസ് മാത്രല്ല ബോയ്സും പറയും. അപ്പൊ ഈ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ഉള്ളത്. സീരിയൽ കണ്ടിട്ട് വരുന്നവര് അധികം കുറവാണ്. കാരണം അവിടെ കൂടുതൽ ഫെയിം ആയിട്ട് ഉണ്ടായിരുന്നത് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഇങ്ങനെ സംസാരിക്കും, അതിലത്തെ 3 സിസ്റ്റേഴ്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കും. ഈ പോസിറ്റീവും നെഗറ്റീവും ചെയ്യുമ്പം ഏതായിരുന്നു ബെറ്റർ എന്ന് തോന്നിയത്? എനിക്ക് രണ്ടും ഇഷ്ടം. അയ്യോ ആരെങ്കിലും ഒന്ന് പറയോ, ഞാൻ നെഗറ്റീവ് പറയോ എനിക്കെന്ന് വിചാരിച്ചു. രണ്ടും ഇഷ്ടം, ഏത് ക്യാരക്ടറും ചെയ്യാൻ ഇഷ്ടം. അല്ല എന്നാലും നമുക്ക് ഇഷ്ടം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, നാളത്തെ എപ്പിസോഡ് ചെയ്താൽ നാളത്തെ സീക്വൻസ് ഇതാണ്, അപ്പൊ ഇത് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ അതെനിക്ക് ഈ സീരിയലിലാണ് തോന്നിയിട്ടുള്ളത്. സന്താനത്തിലാണ് തോന്നിയത്. ഇവിടെയാണ് കുറച്ചും കൂടെ ലൈക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത്. കാരണം മലയാളം കൂടെ ആയതുകൊണ്ട് അത്രയും കംഫർട്ടബിൾ ആണ്. അങ്ങനെയില്ല, തമിഴും കംഫർട്ടബിൾ ആണ്, മലയാളം കംഫർട്ടബിൾ ആണ്. നമ്മളുടെ ഓരോ ക്യാരക്ടർ കിട്ടുമല്ലോ, നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ചിരിക്കും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാനുണ്ട് എന്നുള്ളതിലാണ് ഇരിക്കുക. ഇപ്പൊ ഈ കോസ്റ്റ്യൂം വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ തമിഴ്നാട് ടച്ച് ഉള്ള ഒരു
സാരിയാണ്. അപ്പൊ ഈ സീരിയൽ അവര് പറഞ്ഞോ തമിഴ്നാട് കോസ്റ്റ്യൂം ആണ് തരുന്നേന്ന് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളാണോ തന്ന costume പാറ്റേൺ കൊണ്ടുവരുന്നത്? വന്നിട്ട് എനിക്ക് തന്ന മാം തന്ന പാറ്റേൺ വന്നിട്ട് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോ എങ്ങനെയായാലും ഓക്കെയാണ്. കോസ്റ്റ്യൂം നിങ്ങളാണോ കൊണ്ടുവരുന്നത്? അതെ. സീരിയൽ ആക്ടേഴ്സ് ആണ് കോസ്റ്റ്യൂമും മാലയും കമ്മലും കൊണ്ടുവരുന്നത്. ഞാൻ തിങ്ക് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു പെട്ടിയിൽ ഇത്ര കോസ്റ്റ്യൂം കാണും. എന്റെ തോട്ട് എങ്ങനെയായിരുന്നു കേട്ടോ, സീരിയൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു പെട്ടിയിൽ ഇത്രയും കോസ്റ്റ്യൂം കാണും, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ തന്നെയാണ് കോസ്റ്റ്യൂംസ്. ഇത്രയും എപ്പിസോഡിലെ കോസ്റ്റ്യൂംസ് എങ്ങനെ എടുക്കും? അതായത് നമ്മള് വാങ്ങിക്കണം, വേറെ വാങ്ങിക്കണം. വഴിയില്ല. ഓക്കെ ഓക്കെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാരും കോസ്റ്റ്യൂംസ് ഒന്നും ആയിരിക്കും. ഞാൻ തന്നെയാണ് വാങ്ങിക്കുന്നത്, എല്ലാം പർച്ചേസ് ചെയ്യുന്നതെല്ലാം. അപ്പൊ ഇന്ന കോസ്റ്റ്യൂം ആന്ന് പറയുമ്പോ പുറത്ത് പോയി മേടിക്കോ, തപ്പി എടുക്കും ആദ്യത്തെ സീരിയലിന്? അപ്പൊ ഒത്തിരി ഡ്രസ്സ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും, ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യും, കൊളാബ് തരാൻ കുറെ പേരുണ്ട്, അങ്ങനെയൊക്കെ. ഈ തമിഴ് സീരിയലിലെ ലൊക്കേഷനിലും മലയാളം സീരിയൽ ലൊക്കേഷനിലും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാരും നമ്മളെ ഭയങ്കര കെയർ എടുത്ത് നോക്കും. എന്റെ കാര്യം ഞാൻ പറയാം, തമിഴില്. തമിഴില്. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് പോയൊരു കുട്ടിയാണ്. അവിടെ എനിക്കൊരു കുറവ് വരരുത് എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ എടുത്ത് നോക്കും. ഇപ്പൊ വേറെ ആർട്ടിസ്റ്റുകളുടെ അസിസ്റ്റൻസ് ആണെങ്കിലും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ് ഞാൻ ഫസ്റ്റ് കേട്ടോ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഹെൽപ്പ് ഒന്നും ചെയ്യാൻ ആരും ഇല്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു ഞാൻ. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാ, നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഫാമിലി ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് സീരിയലിൽ. അവർക്ക് തമിഴാണോ മലയാളമാണോ ഇഷ്ടം? മലയാളം. എനിക്ക് തമിഴ് ചെയ്ത് തമിഴിന്ന് വിട്ട് വരാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അമ്മയ്ക്കും അച്ഛനും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മുടെ കുട്ടി, അത് ഏഷ്യാനെറ്റില് നല്ലൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമല്ലേ. അതൊരിക്കലും മിസ് ചെയ്യരുത് അമ്മു എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അവരാണ്. അപ്പൊ അവര് എങ്ങനെ പറയാം, പോസിറ്റീവ് ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ എന്നൊക്കെ? ആദ്യം നെഗറ്റീവ് ആയിരുന്നല്ലോ ചോദിച്ചത്. നിനക്ക് നെഗറ്റീവ് ആണ് ചേരുന്നത് അല്ലെങ്കിൽ നിനക്ക് പോസിറ്റീവ് ആണ് ചേരുന്നത് അഭിനയത്തിൽ എന്നാണ് അവർ പറയുന്നത്? ഞാൻ എന്ത് ചെയ്താലും അത് ആസ്വദിച്ചിരുന്നതാണ്. വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ ഉണ്ട്, സീരിയലൊക്കെ വെച്ചോണ്ടിരിക്കും, മോളുടെ സീരിയലൊക്കെ അവർ ഒരു എപ്പിസോഡ് മിസ് ചെയ്യില്ല. അമ്മയും അച്ഛനും അനിയത്തി കാണൂല. അവര് പിന്നെ അവള് വലിയ വിലയൊന്നും തരൂല എനിക്ക്. പക്ഷെ അമ്മയും അച്ഛനും ഫുൾ എപ്പിസോഡ് ഇരുന്ന് കാണും. ഓക്കെ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ ഇപ്പൊ അമ്മമാരൊക്കെ ഒന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പൊ കൂടുതലും അമ്മമാരൊക്കെയാണല്ലോ സീരീസ് കാണുന്നത്. അപ്പം അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ? അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇവിടെ വന്ന് ഞാനൊരു 3 months തന്നെ എനിക്ക് കിട്ടി തുടങ്ങിയതാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. കാരണം വന്നിട്ട് എനിക്കൊരു നെഗറ്റീവ് എന്നുള്ളത് ഞാൻ അധികം കേട്ടിട്ടില്ല. കുറേ പോസിറ്റീവ് കമന്റ്സ് ഞാൻ കേട്ടിട്ടുള്ളൂ. അഭിനയം നല്ലതാണ്, മീനാക്ഷിയുടെ ക്യാരക്ടർ നല്ലതാണ്, ഡ്രസ്സസ് നല്ലതാണ്, whatever എന്താണെങ്കിലും ഞാൻ പോസിറ്റീവാ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 3 months നമുക്ക് ഏഷ്യാനെറ്റ് അവാർഡ്, ടെലിവിഷൻ അവാർഡ് ഉണ്ടായിരുന്നത്. അതിൽ സ്പെഷ്യൽ ജൂറി ഫോർ ന്യൂ ഫേസ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഭയങ്കര, കാരണം ഒരുപാട് പേര് ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടാത്തവരുണ്ട്. പക്ഷെ നമ്മൾ വന്ന് കേറിയത് നമുക്ക് കിട്ടിയത് അതെന്റെ ഒരു ലക്കാണ്, എന്റെ ഭാഗ്യമാണ്. പിന്നെ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് പെട്ടെന്ന് കയറി വന്നൊന്നുമല്ല, കുറെ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. സോ ഐ ഡിസേർവ് ദാറ്റ്. പിന്നെ അതിനുശേഷം ഇതുവരെയും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാരും ഓടി വരും, മീനാക്ഷി ഭയങ്കര ഇഷ്ടമാണ്, മോളെ കാണാൻ നല്ല രസമാണ്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ പൊക്കി എന്നെ സ്വയം പൊക്കി പറയാന്ന്. ഇതാണ് ഫാക്ട്, ഇതാണ്. മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ പുറത്തെല്ലാരും കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമില്ല, ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കുന്ന, ഷൂട്ടിന് വെറുതെ പോയാൽ മതി, വേറെ ജോലി. പക്ഷെ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പെയിനും ഉണ്ടല്ലോ, അതെന്താന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആ ഒരു ടെലിവിഷനിൽ കാണുന്നതായിരിക്കും അവർക്ക് അറിയുള്ളൂ. ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവര് വിചാരിക്കും ബീച്ചിൽ ഓടിക്കളിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ കൂടെ ഓടിക്കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹിൽ ഏരിയ കൂടെ കളിക്കുന്നു, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ കൊടൈക്കനാൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഹൈറ്റ് വേണം. കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ നമുക്ക് ഹൈറ്റ് എത്തണമെങ്കിൽ നമ്മൾ ഹീൽസ് ഇടണം. അത് 4 inch ഹീൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. ആ ടൈമിൽ ഹീൽസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി എന്താ പറയാ, നിരപ്പായിട്ടുള്ളതല്ല നമ്മൾ ഓടുന്നത്. ഭയങ്കര ഇങ്ങനെ റഫായിട്ടുള്ള ഒരു സ്പേസിൽ കൂടെ ആയിരിക്കും. അപ്പോൾ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ ഓടുമ്പോൾ ഞാൻ വീഴാൻ പോവാ.
ആ മരത്തിൽ പിടിച്ചില്ലെങ്കിൽ ഞാൻ താഴോട്ട് വീഴും. ബട്ട് അത് ആൾക്കാർക്ക് ആ പാട്ടിലൂടെ കാണുമ്പോ ഹായ് എന്ത് രസാ, മനസ്സിലായോ? പുറകില് ഞാൻ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഓടുണ്ടാവുക. ദൈവമേ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. മീൻസ് അവിടെ നിന്നല്ല, അല്ലാതെ ഓടുമ്പോ ഞാൻ താഴെ വീണിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ഞങ്ങക്ക് ബീച്ചിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെയിൽ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഭയങ്കര വെയിലായിരുന്നു. എന്റെ കൈ നെട്ടായിരുന്നു, ഡിസൈൻ ഉണ്ടായിരുന്നു. അതിലിപ്പം മെഹന്തി ഇട്ട പോലെ ഉള്ളി കൂടെ പൊള്ളലേറ്റത് ഈ സംഭവം. അതാണോ? ഫസ്റ്റ് ഞാൻ ടാൻ ആയിരിക്കും പോകുന്നു വിചാരിച്ചു, പക്ഷെ ആക്ച്വലി അത് സൂര്യാഘാതം ഇട്ടതാ ഈ സംഭവം. കഴുത്തും ഭയങ്കരമായിട്ട് ടാൻ ആയി. അപ്പൊ ഇതൊക്കെ ഒത്തിരി നമ്മൾ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കോസ്റ്റ്യൂംസ് എടുക്കുന്നത്, ജ്വല്ലറി എടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നേരത്തെ പറഞ്ഞു ഹീൽസ് ഇട്ടോണ്ടിരുന്നപ്പോ വീണു, അതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തെങ്കിലും ഇതുപോലെ വീഴ്ചയോ മുറിവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുണ്ടോ ഷൂട്ടിങ്ങിൽ? ഭയങ്കര ഹാർഡായിട്ടൊന്നും പറ്റിയിട്ടില്ല, അതൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പൊ ഉണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ ഈ വർക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. എന്റെ പാഷനാണിത്. അതിൽ ഞാൻ എനിക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും, അത്രയും ഞാൻ കൊടുക്കും. അതിപ്പോ ചെറുതായിട്ടൊരു മുറിവ് പറ്റിയാലും ഞാൻ അത് കണക്കാക്കില്ല. ബട്ട് വലിയ റിസ്ക്കും ഞാൻ എടുക്കത്തില്ല. ഓക്കെ. അപ്പം നേരത്തെ തമിഴിലായിരുന്നല്ലോ സീരിയൽസ് ചെയ്തോണ്ടിരുന്നത്. അപ്പം തമിഴ് ഓഡിയൻസിനും പിന്നെ മലയാളികൾക്കും ഒന്ന് തമിഴിന്റെ സ്ലാങ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് തമിഴിൽ എന്തെങ്കിലും ഒന്ന് പറയും. ഇപ്പൊ ഈ നടക്കുന്ന സീരിയലിനെ പറ്റിയും സീരിയൽ കാണാൻ വേണ്ടിയിട്ടും ഒന്ന് തമിഴിൽ. ഞാൻ തമിഴൊന്നും കേട്ടില്ല കേട്ടോ, വായിന്ന് മലയാളം മാത്രമല്ല. ഈ ഒരു ലുക്കിന് തമിഴാ ചേരുന്നത്, ഈ ഒരു കോസ്റ്റ്യൂമിന്. എന്താ പറയണ്ടേ? സാധാരണ ടൂവിനെ പറ്റി പറഞ്ഞാൽ മതി. ஹாய், எல்லாருக்கும் வணக்கம். நான் ஐஸ்வர்யா ராஜேஷ். இப்போ நான் வந்து சந்துனன் 2 கேரளாவில் ஒர்க் பண்ணிட்டு இருக்கேன் சீரியலில். இங்கே நல்லா போயிட்டு இருக்கு. தென் பேக் டு தமிழில் வரணும்னு ரொம்ப ஆசையாக இருக்குது. கண்டிப்பாக வரோம். ഓ നൈസ്. ബട്ട് എനിക്ക് ഇതാ ചേരുന്ന തമിഴ്, പക്ക തമിഴ് പെണ്ണിനെ പോലെ തന്നെ. എനിക്ക് തമിഴ് കൂടുതൽ സംസാരിക്കാൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും എനിക്ക് തമിഴ്. ഇപ്പം എല്ലാവർക്കും ക്യാരക്ടറിന്റെ ഒരു നെയിം പറഞ്ഞ് ഇപ്പൊ പുറത്ത് വിളിക്കുമല്ലോ. അപ്പൊ അല്ലാതെ പണ്ട് എന്തെങ്കിലും ഒരു വട്ടപ്പേരോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പേരുണ്ടായിരുന്നു പെട്ടെന്നെല്ലാം നോട്ട് ചെയ്യുന്നേ? പണ്ടെന്ന് പറഞ്ഞ വട്ടപ്പേരൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സെറ്റിൽ വന്നിട്ട് കിട്ടിയ ഒരു വട്ടപ്പേര് പറയട്ടെ, പരിമളം. അതെന്ത് പരിമളം? പരിമളം നമ്മൾ സിനിമയത്തെ ഭാവനയാണ് പരിമളം പേര്. ഓക്കെ. അവളുടെ നിങ്ങൾക്ക് മേ ബി ആലോചിച്ച ആ ഒരു സ്ലാങ്ങും എന്റെ വർത്താനവും എന്റെ ടോക്കും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ഉണ്ടാവും. ആ ഒരു സ്ലാങ് സംസാരിക്കാൻ ഇതന്നെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അവാർഡ് ഫംഗ്ഷനിൽ കയറി നിൽക്കുമ്പോ എന്റെ ഏറ്റവും വലിയ, എനിക്ക് ആക്ച്വലി ഇത് സർപ്രൈസ് ആയിരുന്നു. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അവാർഡ് ഉണ്ട് എന്നുള്ളത്. ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടില്ല. ഞാൻ പറയാം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞത് ടെലികാസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പരിമളം. ഇവര് കളിയാക്കുമെന്ന് ഞാൻ വിചാരിച്ച ഫസ്റ്റ്. ഞാൻ കേട്ടപ്പോ അതന്നെയായിരുന്നു അവസ്ഥ. ആ പാലക്കാട് സ്ലാങ്ങും ഇതൊക്കെ കൂടെ മിക്സ് ആയിട്ട് വരുമ്പോ ചെറിയ സൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ തമിഴില് വർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടിലെയും പാറ്റേണില് ഡിഫറൻസ് ഒക്കെ എന്തായിരുന്നു? എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് തമിഴിലും സീരിയലിലും എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഡയലോഗ് ഡെലിവറി ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈഡ് എടുക്കും, കംപ്ലീറ്റ് വൈഡ് എടുക്കും, എന്നിട്ട് കംപ്ലീറ്റ് ക്ലോസ് എടുക്കും. അങ്ങനെയായിരുന്നു. ഈ കംപ്ലീറ്റ് വൈഡിലും നമ്മളെല്ലാവർക്കും ഒറ്റ പൊസിഷൻ ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ അത് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അതാണ് അറിയുള്ളൂ നമുക്ക്. അങ്ങനെ ആയിരിക്കും എല്ലാ സീരിയലിലും എന്നുള്ളൊരു തോട്ടാണ്. രണ്ടെണ്ണം ചെയ്തിട്ടും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ആ ഒരു തോട്ടാണ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അൻസാർ സാറാണ് ഇതിലത്തെ ഡയറക്ടർ. ഒത്തിരി ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പഠിച്ച ഒരു പാറ്റേൺ പെട്ടെന്ന് മാറിയിട്ട് വേറൊരു പാറ്റേൺ ആവുമ്പോ ആകെ തല തിരിഞ്ഞു പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പക്ഷെ സാറാണ് പറഞ്ഞ് ചീത്ത പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയലോഗ് ആണെങ്കിൽ കൂടെ അങ്ങോട്ട് പോയി അത് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇത് ചെയ്ത് തിരിച്ച് ഇത് സ്ഥലത്ത് എത്തണം. ഇവിടെ നിന്ന് ഒരു പൊടിക്ക് മാറിയാൽ ചിലപ്പോ ക്യാമറ വെച്ചിരിക്കുന്നതിന് ഡിഫറെന്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ലൈറ്റ് നമുക്ക് കിട്ടൂല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സാർ ഇതെല്ലാം മൈൻഡിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ മൂവ്മെന്റ്സ് തരുന്നത്. നമ്മൾ അതിൽ നിന്ന് തെറ്റി കഴിഞ്ഞാൽ സാർക്ക് ചീത്ത പറയും. ഓട്ടോമാറ്റിക്കലി ഒത്തിരി ടെൻഷൻ ഉണ്ടാവുമല്ലോ അവർക്ക്, ചീത്ത പറഞ്ഞു പോവും. പക്ഷെ അങ്ങനെ കേട്ടോണ്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അത്രയും അവിടുന്ന് അത്രയും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും എന്താണ് ഒരു ബെറ്റർ ക്ലാസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഈ സെറ്റിൽ എപ്പോഴെങ്കിലും ടേക്ക് പോകുമ്പോ വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ടേക്ക് അങ്ങനെ പോകാറുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴക്ക് കിട്ടും. പിന്നെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം
എനിക്ക് അവിടെ നിന്നും ആരുടെ അടുത്തൊന്നും ചീത്ത കേട്ടിട്ടില്ല, തമിഴാണല്ലോ. വീട്ടിൽ നിന്നും ചീത്ത കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മളെ ചീത്ത പറയുന്നത്. പക്ഷെ അത് ഫസ്റ്റ് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കടന്ന് കരയും, അമ്മ ഞാനില്ലമ്മ, എനിക്ക് പോണം, എനിക്ക് മതിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ. പക്ഷെ പിന്നെ പോകെയാണ് ശരിയാണ്, എന്റെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അപ്പൊ ചീത്ത കിട്ടിയത്. അത് ഞാൻ അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം ഐശ്വര്യ നേരത്തെ തമിഴ് സീരീൽസ് ഒക്കെ ചെയ്ത സമയത്ത് എല്ലാവർക്കും ആ സൗണ്ട് ഇഷ്ടമായിരുന്നു. അത് ഒറിജിനൽ ആണോ, ഡബ് ചെയ്തതാണോ, സ്വന്തമായിട്ട് ഡബ് ചെയ്തതാണോ? അല്ലല്ല, എല്ലാത്തിലും ലൈക്ക് വേറെ ആൾക്കാരായിരിക്കും ഡബ് ചെയ്തിട്ടുണ്ടാവുക. മലയാളത്തിലാണ് കൂടുതലും ഡബിങ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പുറത്തു പോകുമ്പോ ചോദിക്കും, മോളുടെ തന്നെ വോയിസ് ആണോ അത്, നല്ല രസമുണ്ട് സംസാരം കേൾക്കാൻ എന്ന് പറയും. എന്റെയും ദേവേനെയാണ് ഡബ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എന്ത് ലൈക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഇതിലായിരിക്കും അവള് പിടിക്കുന്നുണ്ടാവുക ഡബിങ്. സോ എന്റെ അവളുടെയും വോയിസും കുറച്ച് സിമിലർ ആണ്. അപ്പൊ ഒത്തിരി പേർക്ക് അത്, എന്റെ ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനാണെങ്കിൽ ഇപ്പൊ എന്റെ സൗണ്ട് അല്ല കൊടുക്കുന്നത്, വേറെ സൗണ്ട് ആണ്, വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് ഇവിടെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും. ഭയങ്കര ഇഷ്ടമാണ്, വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. സോറി, ഡബിങ് ഭയങ്കര ഇഷ്ടം. ഓക്കെ. അപ്പോ അങ്ങനെ മലയാളത്തിലോട്ട് ഇപ്പൊ വന്ന് എല്ലാവർക്കും ഇപ്പൊ മലയാളികൾക്ക് ഒത്തിരി ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒത്തിരി സീരിയൽസും സിനിമയും നല്ല നല്ല ഒരു ക്യാരക്ടറൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. അപ്പം ലൊക്കേഷൻ ഇടയിൽ നമുക്ക് ടൈം തന്നതിൽ വളരെ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.